ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഫുട്ബോൾ ലോകം മിസ് ചെയ്ത ഒരു മാജിക് ഉണ്ട്. അത് നെയ് മാജിക് ആണ്. പരിക്ക് കാരണമായിരുന്നു നെയ്മർ കളിക്കളത്തിന് പുറത്തായത്. പക്ഷെ ആ നെയ് മാജിക് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. നെയ്മർ അത്രയേറെ മികച്ച പ്രകടനമാണ് ഇപ്പോൾ സാന്റോസിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 ഗോളുകളും 3 അസിസ്റ്റുകളും നെയ്മർ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, സ്ഥിരതയാർന്ന പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുന്നു. അദ്ദേഹത്തിന്റെ ചിറകിലേറിക്കൊണ്ട് സാന്റോസ് കുതിച്ചു പായുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നെയ്മറുടെ ഗോളുകൾ ശ്രദ്ധിക്കുക. ഒരു ഫ്രീ കിക്ക് ഗോൾ നെയ്മർ നേടി, ഒരു ഒളിമ്പിക്കോ ഗോൾ അഥവാ ഡയറക്റ്റ് കോർണർ കിക്കിൽ നിന്നുള്ള ഒരു ഗോൾ നെയ്മർ നേടി, ഒരു പെനാൽറ്റി ഗോൾ നെയ്മർ നേടി. ചുരുക്കത്തിൽ ഓപ്പൺ പ്ലേ ഗോളുകളൊന്നുമില്ല, മറിച്ച് വ്യത്യസ്തമായ രീതിയിലൂടെയാണ് നെയ്മർ ഗോളുകൾ നേടുന്നത്. മാത്രമല്ല 3 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും നെയ്മർ മികച്ച പ്രകടനം നടത്തുന്നു. അദ്ദേഹത്തിന്റെ കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. അവസാനത്തെ 4 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ 3 അസിസ്റ്റുകൾ, ശരാശരി ഓരോ 53 മിനിറ്റിലും ഓരോ ഗോളുകളിൽ പങ്കാളിത്തം വഹിക്കാൻ നെയ്മർക്ക് കഴിയുന്നു. ആകെ 7 ഷോട്ടുകൾ, 4 ഷോട്ട് ഓൺ ടാർഗറ്റ്, 14 കീ പാസുകൾ, 5 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 9 സക്സസ്ഫുൾ ഡ്രിബിളുകൾ, അതുപോലെ തന്നെ 13 ഫൗളുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സോഫ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 8.30 ആണ്. അങ്ങനെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. ഏറ്റവും കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും ഗോൾ പങ്കാളിത്തങ്ങളും അതുപോലെ തന്നെ ബിഗ് ചാൻസും ഒക്കെ ഈ ഒരു കാലയളവിൽ ക്രിയേറ്റ് ചെയ്ത താരം അത് നെയ്മർ ജൂനിയർ തന്നെയാണ്. നെയ്മർ വന്നതിന് ശേഷം ബ്രസീലിൽ ഒരു നെയ് മാജിക് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഇത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.